ഇന്ന് ചെയ്യാൻ പോകുന്നത് 1/2 കിലോ അരിയുടെ ബിരിയാണിയാണ്, ചെമ്മീൻ ബിരിയാണി. 2 നാഴി അരി എടുക്കുകയാണ്. 2 നാഴി അരി 3-4 കഴുകി കഴുകി 20 നിമിഷം ഊറ വെക്കണം. ഇനി അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി കഴിയതാണ്. ഇത്രയും ഇഞ്ചി, 1/2 കിലോ അരിക്ക് ഇത്രയും ഇഞ്ചി. വെളുത്തുള്ളിയും കഴിയത്, ഇത്രയും വെളുത്തുള്ളി അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ അരച്ചുകൊണ്ട് വന്നു. ഇനി നമ്മൾ കുക്കർ വെച്ച് തീ കത്തിച്ച് ടേബിൾ സ്പൂൺ 2 സ്പൂണ് നെയ്യ്, 2.5 സ്പൂണോളം ഒഴിച്ച് 2.5 സ്പൂണ് നെയ്യ്. നമ്മൾ കറി വെക്കുന്ന എണ്ണ, അതൊരു 3 സ്പൂണ്. ശരി, തീ കുറച്ച് വെക്കുക. ഒരു 6 ഏലക്ക, 7 ഗ്രാമ്പ്, 2 നക്ഷത്രം അണ്ണാച്ചിപ്പൂ, 2 ബിരിയാണി ഇല, 3 പട്ട, ഇത്ര ചെള്ള 3 പട്ട ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം 2 പച്ചമുളക്, അത് ഒന്ന് കീറിയിടുക. 2 പച്ചമുളക്, 2 വലിയ സവാള, സവാള ഒന്ന് വാട്ടി വരാൻ 1/2 സ്പൂൺ ഉപ്പ്. നമ്മളിത് എളുപ്പം മാറാൻ വേണ്ടി തീ ഫുള്ള് വെച്ചിരിക്കുകയാണ്. ഒരു 10 നിമിഷം ഇങ്ങനെ ഇളക്കുക. ഞാൻ ചെന്നൈയിലെ ബിരിയാണിയാണ്. ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് അത് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കുക്കറിൽ ചെയ്താൽ ജോലിക്ക് പോകുന്നവർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ എളുപ്പം ചെയ്തു കൊടുക്കാം. നമ്മളെല്ലാം അരിഞ്ഞ് വെച്ച 20 നിമിഷം കൊണ്ട് ചെയ്യാവുന്ന ജോലിയാണ്. ഇനി പുതിന ഇല ഒരു പിടി പുതിന ഇല, ഒരു പിടി കൊത്തമല്ലി. ഈ കുറച്ച് വെക്കുക. ഇനി ഇതിൽ പൊടിയെല്ലാം ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വാടി. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ടീസ്പൂണ് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ടീസ്പൂണ് 1 സ്പൂണ് ബിരിയാണി മസാല. ഇനി ഈ 2 തക്കാളി മിക്സിയിലൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഒരു നുള്ളുപ്പ് ഇട്ടടിക്കുക. ഒരു നാരങ്ങയുടെ അരി വീണുകൂടാ. അത് ഇങ്ങനെ അരിപ്പയിൽ ഒരു ചെറിയ നാരങ്ങ, 2 നാഴി അരിയല്ലേ ഉള്ളൂ. 1/2 കിലോ അരിക്ക് അനുസരിച്ച് 1 സ്പൂണ് തൈര്. ഇനി നമ്മളുടെ ചെമ്മീൻ ഇടുക. ഇന്ന് കിട്ടിയത് ചെറിയ ചെമ്മീനാണ്. 1 ടേബിൾ സ്പൂൺ ഉപ്പ്. അത് ഇച്ചിരി ചെമ്മീൻ്റെ അകത്ത് വെള്ളം ഇരിക്കുമല്ലോ, ഒരു ഇച്ചിരി വെള്ളം വരുന്നത് 2 നിമിഷം ഇങ്ങനെ ഇളക്കുക. തീ ഫുള്ളെ വെച്ചിരിക്കും. ഈ 20 നിമിഷമായ അരി ഇടുകയാണ്. നാഴി അരിക്ക് 1/4 കിലോ അരിക്ക് 1 ഗ്ലാസ് വെള്ളം. 2 നാഴി അരിക്ക് 2 നാഴി അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഒരു 2.5 ഗ്ലാസ്, 1/2 ഗ്ലാസും കൂടെ, ഇത്രയും വെള്ളം കൂടെ ഒരു 1/2 ഗ്ലാസ് കൂടെ ഒഴിക്കുന്നു. ഇത്രയും മതി. ഇനി നമ്മൾ ഇത് ഉപ്പ് കറക്റ്റേ ഇരിക്കുന്നതെന്ന് ഒന്ന് നോക്കുക. കറക്റ്റേ ഇരിക്കുന്ന. ഇനി ഒരു 3 വിസിലടിക്കണം. മൂടി വെച്ച് ഒരു 3 വിസിൽ. 3 വിസിൽ അടിച്ചു. ഇത് നല്ല ആവി പോയിട്ടേ ഇത് തുറക്കാവുള്ളൂ. ഉള്ളിലെ എയറെല്ലാം പോയി ഇട്ട് തുറക്കുക. ഇപ്പം ആവി പോകാൻ 15 നിമിഷം എടുത്ത്. ആവി പോയി കഴിഞ്ഞ് നമുക്ക് തുറക്കാം. നല്ല സ്മെല്ല് വരുന്ന ബിരിയാണി റെഡി.
ചെമ്മീൻ ബിരിയാണി റെഡി. ഇതൊരു 4 പേർക്ക് 5 പേർക്ക് കഴിക്കാം. നല്ല ടേസ്റ്റായ നല്ലൊരു ബിരിയാണി, ചെമ്മീൻ ബിരിയാണി റെഡി. നമുക്ക് അരമണിക്കൂർ കൊണ്ട് ചെയ്യാവുന്നതാണ്. എല്ലാം അരിഞ്ഞ് അരമണിക്കൂർ കൊണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.